ലബുബു പാവകൾ ഇപ്പോൾ ആഗോളതലത്തിൽ വലിയ തരംഗമാണ്. ഭംഗിയുള്ളതും എന്നാൽ വിചിത്രമായ രൂപകൽപ്പനയാണ് ഇവയെ ആകർഷകമാക്കുന്നത്. എൽഫ് പോലുള്ള രൂപവും വലിയ കണ്ണുകളും അല്പം വികൃതി നിറഞ്ഞ പല്ലുകൾ കാട്ടിയുള്ള ചിരിയും ചിലപ്പോൾ അലങ്കോലമായ മുടിയുമെല്ലാമാണ് ലബുബു പാവകളുടെ പ്രധാന സവിശേഷതകൾ. ഈ പാവകളുടെ പ്രശസ്തിക്ക് പിന്നിലെ കാരണങ്ങൾ: ലബുബു പാവകൾ സാധാരണയായി ബ്ലൈൻഡ് ബോക്സുകളിൽ ആണ് വിൽക്കുന്നത്. അതായത് ബോക്സ് തുറക്കുന്നതുവരെ അതിനുള്ളിൽ ഏത് രൂപമാണ് ലഭിക്കുന്നതെന്ന് ഉപഭോക്താക്കൾക്ക് അറിയില്ല. ശേഖരിക്കുന്നവർക്ക് ഇത് ഒരുതരം നിധിവേട്ടയുടെ ആവേശം നൽകുന്നു. വളരെ അപൂർവമായ സീക്രട്ട് ലബുബു രൂപങ്ങൾ കണ്ടെത്താനുള്ള സാധ്യതയും ഇതിനെ കൂടുതൽ ആകർഷകമാക്കുന്നു. ബ്ലാക്ക് പിങ്കിലെ ലിസ, റിഹാന, ഡുവ ലിബ തുടങ്ങിയ പ്രമുഖ സെലിബ്രിറ്റികൾ ലബുബു പാവകൾ ഉപയോഗിച്ച് പ്രത്യക്ഷപ്പെട്ടത് ഇവയുടെ പ്രശസ്തി കുത്തനെ ഉയർത്തി. ഇത് ഫാഷൻ ലോകത്തും ഒരു ട്രെൻഡായി മാറി. ടിക്ടോക്കിൽ ലബുബു പാവകളുടെ അൺബോക്സിംഗ് വീഡിയോകൾക്ക് വലിയ പ്രചാരം ലഭിച്ചു. ആളുകൾക്ക് തങ്ങൾ ഏത് ലബുബുവിനെയാണ് ലഭിച്ചതെന്ന് പങ്കുവയ്ക്കാനും ശേഖരം പ്രദർശിപ്പിക്കാനും ഇത് അവസരം നൽകി. ഹോങ്കോങ് ആർട്ടിസ്റ്റായ കാസിംഗ് ലുങ് ആണ് ലബുബു പാവകളെ രൂപകൽപ്പന ചെയ്തത്. നോർഡിക് പുരാണങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അദ്ദേഹം ദി മോൺസ്റ്റേഴ്സ് ട്രൈലോജി എന്ന ചിത്രകഥാ പരമ്പരയിലെ ഈ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചത്. പിന്നീട് ചൈനീസ് റീറ്റെയിൽ ഭീമനായ പോപ്പ് മാർട്ടുമൊത്തുള്ള സഹകരണമാണ് ലബുബുവിനെ ഒരു ശേഖരണ വസ്തുവായി ലോകമെമ്പാടും എത്തിച്ചത്. ലബുബു പാവകൾ പല വലുപ്പങ്ങളിൽ ലഭ്യമാണ്. എന്നാൽ കീറിംഗ് കളിപ്പാട്ടങ്ങളായും ബാഗുകളിലോ മറ്റോ തൂക്കാൻ സാധിക്കുന്നവ ഇവ വളരെ പ്രചാരത്തിലുണ്ട്. ഇത് ആളുകൾക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട ലബുബുവിനെ എപ്പോഴും കൂടെ കൊണ്ടുനടക്കാൻ സാധിക്കുന്നു. ലബുബു പാവകൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നവയാണ്. ഇവയുടെ തമാശ നിറഞ്ഞതും എന്നാൽ ആകർഷകവുമായ രൂപകൽപ്പനയും ശേഖരിക്കാനുള്ള ആവേശവും അപൂർവമായവ കണ്ടെത്താനുള്ള സാധ്യതയുമെല്ലാം ഇവയെ ഒരു ആഗോള പ്രതിഭാസമാക്കി മാറ്റിയിരിക്കുന്നു.